പ്രിയമുള്ളവരെ, സുനിൽ വാസ്തവാണ്. N4 നജയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ മൊകവൂർ കാമ്പ്രത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ഗംഭീര പരിപാടിയാണ്. ഞാനും എൻ്റെ ചങ്കു ബ്രോയും കൂടി പോയി. എന്താ ഉത്സവം, ലൈറ്റീസും കാര്യങ്ങളും തോരണങ്ങളും, പതിനായിരക്കണക്കിന് ഭക്തന്മാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ തൂക്കിയിട്ട് ഓരോ തോരണങ്ങൾ കണ്ടാൽ മനസ്സാവും അവിടുത്തെ വിശ്വാസം. കനലാട്ടാണ് മെയിൻ പരിപാടി. അത് 2 മണിയൊക്കെ ആവും തുടങ്ങാൻ. ഏതായാലും ഗംഭീര പരിപാടി, ജനങ്ങൾ കൊണ്ടും പോലീസും എല്ലാം കൊണ്ടും സെറ്റപ്പ് പരിപാടി. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പ്ലാവ്, ഈ കർണാടകത്തിന് വേണ്ടിയുള്ള പ്ലാവ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാവ് കൊമ്പാക്കി വിറക് പോലെ അങ്ങനെ കീറിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ ചെണ്ടമേളങ്ങളും പിന്നെ വരവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വരവൊക്കെ ഏകദേശം മൂന്തിയാകുമ്പോൾ സമയത്ത് വരും. വൈകുന്നേരം 7 മണിയാകുമ്പോൾ തന്നെ വരവൊക്കെ വരും. അതൊക്കെ മനോഹരമായ ചടങ്ങുകളാണ്. ഏതായാലും ഈ ഒരു പരിപാടി, ഈ കയലാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കാത്തിക്കുന്നത്. ഞങ്ങളും അതിന് വേണ്ടി കാത്തുനിന്ന്. അത് ഏകദേശം 2 മണിയായി, 2, 2:30 ആയി തുടങ്ങിയപ്പം. ഏകദേശം ഒരു 11 മണി 12 മണിക്ക് ആയപ്പോൾ തന്നെ കത്തി പകുതിയായിട്ടുണ്ട്. ഇപ്പൊ ഇത് കത്തുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കത്തി നല്ല ചൂട് വെച്ചാൽ ഏകദേശം ഒരു 3 മീറ്റർ ചുറ്റുവട്ടത്ത് വരെ ചൂടിന്റെ അത് കാണാം. അതിമനോഹരമായ സംഭവം തന്നെയാണ്. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ചുറ്റുപാടുകളിൽ ഇതിനെ കാണാൻ വേണ്ടി കാത്തിക്കുന്നത്. കുറെ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. ആകാംക്ഷയോട് ഉറക്കം കഴിഞ്ഞ് 2, 2:30 മണി വരെ ഞങ്ങളിങ്ങനെ കാത്തു നിന്ന്. കാരണം ഇത് എവിടെയും കാണാത്ത ഐറ്റാണിത്. ഇതിന്റെ മുകളിലൂടെ ചാടി മറിയാണ്. ഇതൊരു ആചാരമാണ്, അവിടുത്തെ പ്രധാനമായിട്ട് ആചാരമാണ്. ഈ ദേവിക്ക് 2 രൂപങ്ങൾ ഉണ്ടെന്നാണ്. 1000 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അതിന്റെ വയനാട്ടിൽ നിന്നാണ് ഈ ഒരു ദേവി ചൈതന്യം ഇങ്ങോട്ട് വന്നത്. 2 ദേവിയാന്നാ പറഞ്ഞത്. ഒന്ന് ഉഗ്രരൂപിണിയായിട്ടുള്ള ദേവി, ഒന്ന് ശാന്തസ്വരൂപിണിയായിട്ടുള്ള ദേവി. ഈ ഉഗ്രരൂപിണിയായിട്ട് ദേവീന്റെ ആചാരത്തിന്റെ ഭാഗമാണ് ഈ കനലാട്ടം. അതൊരു അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ദൂരങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ഞാൻ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അപ്പൊ എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, അത് കേരളത്തിന് പുറത്തുള്ള ഒരുപാട് പേര് ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഏകദേശം ഒരു 12:30 1 മണി ആയപ്പം അവിടെയുള്ള കാരണന്മാരൊക്കെ അവിടെ കൂടി ഇങ്ങനെ അതിന്റെ ചടങ്ങിന്റെ ഭാഗമായിട്ട് പ്രദക്ഷിണം വെച്ചു. ഇപ്പോഴേക്കും ഇങ്ങനെ ആൾക്കാർ എണ്ണം കൂടി വരികയാണ്. അപ്പൊ പിന്നെ എല്ലാവരും മൊബൈൽ ഫോണൊക്കെ ഉയർത്തി വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ജഗപൊക പരിപാടിയാണ്. അപ്പൊ ഞാൻ കുറെ പിറകിലായിപ്പോയി, കാരണം തിക്ക് വന്നപ്പം പിറകിലായിപ്പോയി. ഏകദേശം 2, 2:30 ആയപ്പോ തുടങ്ങിയേ ഒരു ടീം ഇട് വന്നിട്ട് വഴിപാട് പോലെ അതിന് മുകളിലൂടെ അത് ചാടി മറിഞ്ഞ്. പക്ഷെ ഈ കാലുകൊണ്ട് ഇവര് അടിക്കുന്ന സമയത്ത് പലപ്പോഴും കനല് ആൾക്കാരുടെ ഇടയ്ക്ക് വരും. ഇത് ഭയങ്കര സംഭവം, ഒരു ഡേഞ്ചർ പരിപാടി കൂടിയാണിത്. കാരണം കാലൊക്കെ പൊള്ളി ഒരുപാട് പേരെ ഞാൻ കണ്ടു. കാരണം തീയാണിത് ഫുള്ള്. നല്ല നല്ല ചൂടുള്ള ഈ പ്ലാവിന്റെ പീസ് കത്തിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അറിയാലോ. അത് ആൾക്കാരുടെയൊക്കെ തെറിക്കുകയാണ്. പതിനായിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ആവേശം കൊണ്ട് ഇങ്ങനെ ഭക്തന്മാര് ദേവിയുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് ഈ കനലിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുക, അങ്ങനെ തെറിക്കുക. അതിലൂടെ ഈ വഴിപാട്, നേർച്ചയായിട്ട് വഴിപാടുള്ള ആൾക്കാർ അതിലൂടെ ചാടി മറിഞ്ഞ്, എന്താ പറയാ, നമ്മൾ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോവും. ശരിക്കും നല്ല ഉറക്കിന്റെ സമയമാണ് എല്ലാവർക്കും. പക്ഷെ അതൊക്കെ മറന്ന് നമ്മൾ ആസ്വദിക്കും.